السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ആധുനിക മുസ്ലിം ഉമ്മത്തിൻ്റെ വിജയത്തിനും എല്ലാവിധ ഉയർച്ചയ്ക്കും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഉമ്മത്തിൻ്റെ ഐക്യമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അതിനായി ധാരാളം ചർച്ചകളും കൂടലുകളും ആലോചനകളും ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നുമില്ല. എന്നാൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ഇടയിൽ പരസ്പരം യോജിപ്പുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ തങ്ങൾ അവരെ കൊണ്ട് ശീലിപ്പിച്ച വലിയൊരു നന്മ, വലിയൊരു ശീലം ഇന്ന് നമ്മളിൽ നഷ്ടപ്പെട്ടതാണ് ഉമ്മത്തിനിടയിലെ അനൈക്യത്തിന് പ്രധാന കാരണം. തങ്ങൾ സഹാബത്തിനിടയിൽ ഐക്യമുണ്ടാക്കാൻ സഹാബാക്കളെ ശീലിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹിഫ്ദുൽ ലിസാൻ, നാവിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നവരാക്കി മാറ്റി. കാരണം നാവ് കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയൊരു ഭിന്നതയില്ല. ഉമ്മത്തിലെ ഭിന്നതയുടെ ഏറ്റവും അടിസ്ഥാന കാരണം നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം, നാവിൻ്റെ ഉപയോഗം മോശമായി എന്നതാണ്. ഉമ്മത്തിൽ ഐക്യമുണ്ടാക്കാനും യോജിപ്പുണ്ടാക്കാനും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും നമ്മുടെ നാവിനെ ശരിയായി ഉപയോഗിക്കലാണ്. അതിലൂടെ ഹൃദയങ്ങൾ യോജിക്കാൻ, ഹൃദയങ്ങൾ ഒന്നാകാൻ കാരണമായി തീരും. ഇന്ന് നമ്മുടെ ഇടയിൽ ആ നാവിനെ ശരിയായി ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായത്, എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് പിരിഞ്ഞത്, എത്രയെത്ര മാതാപിതാക്കളും മക്കളുമാണ് മിണ്ടാതായത്. ഒരു ഉമ്മയുടെ ഗർഭത്തിൽ വന്ന രണ്ട് സഹോദരന്മാർ പരസ്പരം മിണ്ടാതായത്. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിലുണ്ടായി. അതിൻ്റെ എല്ലാം പ്രധാന കാരണം നാവിനെ ശരിയായി ഉപയോഗിക്കാത്തതാണ്. നാവിൽ നിന്ന് പുറപ്പെട്ട ചില മോശമായ വാക്കുകളാണ്. ജുർമുഹു സഗീറുൻ വജുർമുഹു കബീറുൻ.
സാധാരണ പറയാറുണ്ട് അതിൻ്റെ ഭാരം വളരെ ലഘുവാണ്. പക്ഷെ ആ ലഘുവായ ഭാരം കുറഞ്ഞ അവയവമായ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവ് അത് വളരെ ആഴത്തിലാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന വിഷം പുരണ്ട വാക്കുകൾ അത് ലോകത്തെ എല്ലാ വിഷത്തേക്കാളും കടുത്തതാണ്. പാമ്പിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഏതെല്ലാം വിഷങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം കടുത്ത വിഷമാണ് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന മോശമായ വാക്കിനാൽ ഉണ്ടാകുന്ന വിഷം എന്നുള്ളത്. ജറാഹാത്തുൽ സിനാനി ലഹാ ഇൽതിആമു വലാ യൽതഇമു മാ ജറഹൽ ലിസാനു. അമ്പുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും ഏൽക്കുന്ന മുറിവ്, ആ മുറിവ് അതൊരു ദിവസം കരിഞ്ഞ് ഉണങ്ങിത്തീരുന്നതാണ്. എന്നാൽ നാവിനവിൽ ഉണ്ടാകുന്ന മുറിവ് അതൊരിക്കലും ഉണങ്ങുകയില്ല. ആ മുറിവിനൊരിക്കലും പരിഹാരവുമില്ല. അതുകൊണ്ട് എല്ലാ ഫിത്നകളും എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് മനുഷ്യന്റെ നാവ് മോശമാകുമ്പോഴാണ്. ഇന്നൽ ബലാഅ മുവക്കലും ബിൽ മന്തിഖ്. എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് നാവിൽ നിന്നാണ്. ചെറിയ ചെറിയ വാക്കുകളായി അത് വലിയ പ്രശ്നങ്ങളിലെത്തിച്ചു. നാവിൽ നിന്ന് പുറപ്പെട്ടൊരു മോശമായ വാക്കാണ്. അത് ജീവിതം മുഴുവൻ ദുഃഖത്തിന് കാരണമാക്കി. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ ഇന്നൽ ലിസാന ഫീഹാ കവഖഇ സൈഫ്. വാള് മനുഷ്യന് മുറിവേൽപ്പിക്കുന്നത് പോലെ, മനുഷ്യന് വലിയ വലിയ വേദനകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് പോലെ അവസാന കാലഘട്ടത്തിൽ വാളിൻ്റെ പണി നാവ് കൊണ്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൻ്റെ വിഷയത്തിൽ വളരെ താക്കീത് ചെയ്തു, വളരെ ശക്തമായി ഉണർത്തി, വളരെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി തങ്ങൾ കൽപ്പിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹം യാത്ര പോകാൻ തുനിഞ്ഞ സമയത്ത് നബിയോട് പറഞ്ഞു, നബി ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരണം. ദുല്ലനി അല അമലിൻ. ആ അമല് കാരണം എന്നെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും സാധിക്കണം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല പല അമലുകൾ പറഞ്ഞു കൊടുത്തു. പിന്നെയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, അതിനെ പറ്റി അദ്ദേഹത്തിന് പ്രേരണ കൊടുത്തു. അവസാനം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി. ഞാൻ ഇതുവരെ പറഞ്ഞ മുഴുവൻ നന്മയുടെയും ചുരുക്കം, രത്നച്ചുരുക്കം, ഈ മുഴുവൻ നന്മയുടെയും പ്രതിഫലവും പ്രയോജനവും കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ പരിശുദ്ധ നാവ് തങ്ങൾ കൈകൊണ്ട് പിടിച്ചു. ഞാൻ ഇതുവരെ പറഞ്ഞ മുഴുവൻ നന്മയുടെയും പ്രതിഫലവും പ്രയോജനവും കരസ്ഥമാക്കാം. മുആദേ, ഈ നാവിനെ നീ സൂക്ഷിച്ച. സഹാബി ചോദിച്ചു, നബിയെ, ഈ നാവ് മുഖേന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുമോ? ചോദിച്ചു, മുആദ്, എനിക്കറിയില്ലേ, ഫഹൽ യകുബ്ബു الناس في النار على وجوههم. നരകത്തിൽ പ്രവേശിക്കുന്ന അധിക മനുഷ്യരും അവരുടെ നാവ് കൊയ്തെടുക്കുന്ന തിന്മകൾ കാരണമായി. ഇല്ലാ ബിഹസാഇദി ലിസാനിഹിം. അവരുടെ നാവ് കൊയ്തെടുക്കുന്ന തിന്മ കാരണമായിട്ടാണ് ഭൂരിഭാഗം മനുഷ്യരും നരകത്തിൽ പ്രവേശിക്കുന്നത്. മറ്റൊരിക്കൽ ഒരു സഹാബി ചോദിച്ചു, നബിയെ, മൻ നജാത്ത്. രക്ഷമാർഗം എന്താണ്? രക്ഷപ്പെടാനുള്ള അമൽ എന്താണ്? എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അമൽ പറഞ്ഞത് നബി. ഞങ്ങൾ ആ സഹാബിയോട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. നിനക്ക് രക്ഷപ്പെടാൻ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും. അതിലൊന്ന് തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു, അംസിക് അലൈക ലിസാനക്. അംസിക് അലൈക ലിസാനക്. നിന്റെ നാവിനെ നീ പിടിച്ചുകൊള്ളണം. നാവിനെ നീ ഒരിക്കലും വിട്ടുകളയരുത്, അശ്രദ്ധമാകരുത്. ഏത് അവയവവും നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയാലും ഒരു സമയത്തും നാവിന്റെ നിയന്ത്രണം പോകരുത്. അംസിക് അലൈക ലിസാനക്. നാവിനെ മുറുകെ പിടിക്കണം, കടിഞ്ഞാണിടണം.
അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാതെ ഒരു മനുഷ്യനും ഈമാനിന്റെ ഉയർച്ച ഉണ്ടാവുകയില്ല, ദീനിലും ഉയർച്ച ഉണ്ടാവുകയില്ല. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ലിസാൻ. നാവ് ശരിയാകാതെ ചൊവ്വാകാതെ ഈമാൻ ശരിയാവുകയില്ല. ഏതെല്ലാം അമലുകൾ ചെയ്തവനാണെങ്കിലും ഒരു മനുഷ്യന്റെ ഈമാൻ അത് ശരിയാകണമെങ്കിൽ അവന്റെ നാവ് ശരിയാകാതെ ഒരിക്കലും ഈമാൻ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞത്, നാവെന്നത് കടയുടെ താക്കോലാണ്. ആ താക്കോലിട്ട് തുറക്കുമ്പോഴാണ് ഈ കടക്കുള്ളിൽ സ്വർണമാണോ അതല്ല വിലയില്ലാത്ത വേസ്റ്റായ വസ്തുക്കളാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ. ഓരോരുത്തരുടെ നാവിന്റെ ചലനം നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും ഇവന്റെ ഉള്ളിൽ എന്തുണ്ട്. അൽ മർഉ തഹ്ത ലിസാനി, അൽ മർഉ തഹ്ത ലിസാനി. ഒരു വ്യക്തിയുടെ മഹത്വവും അതിന്റെ വില, മനുഷ്യന്റെ മഹത്വവും തിരിച്ചറിയാൻ അവന്റെ നാവ് മാത്രം നോക്കിയാൽ മതി. നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ അവനെ വിലയിടുന്നതാണ്. മുഅ്മിനിന്റെ മഹത്വം അവന്റെ നാവിന്റെ ഉപയോഗം ശരിയാകുമ്പോഴാണ്. അതിനെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാനുള്ളതില്ല. അവിടെ ഉമ്മത്തിൽ അനൈക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ നാവിനെ ശരിയായി ഉപയോഗിക്കാത്തത്. അതേപോലെ തന്നെ ഉമ്മത്തിൽ ഐക്യമുണ്ടാക്കാൻ, ഉമ്മത്തിൽ പരസ്പരം യോജിപ്പുണ്ടാകാൻ, പരസ്പരം ഇണങ്ങാൻ, ഉമ്മത്ത് ഒന്നാകാൻ, അതിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഈ നാവ് തന്നെയാണ്. ലോകത്ത് പരസ്പരം പല വസ്തുക്കളും ചേർക്കാനും ഒട്ടിക്കാനും പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇരുമ്പിനെ ഇരുമ്പ് തമ്മിൽ ചേർക്കാൻ, മരത്തെ മരം തമ്മിൽ ചേർക്കാൻ, കടലാസിനെ കടലാസ് തമ്മിൽ ചേർക്കാൻ, കല്ലിനെ കല്ല് തമ്മിൽ ചേർക്കാൻ, ഇങ്ങനെ പലവിധ വസ്തുക്കളും കണ്ടുപിടിച്ചു. അത് പരസ്പരം ചേർക്കാൻ, ഒട്ടിക്കാൻ പലവിധ പശകളും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഹൃദയവും തമ്മിൽ ഇണക്കാൻ, പരസ്പരം ഒന്നാക്കാൻ അതിനുള്ള മാർഗം എന്താണ്? ദുനിയാവിൽ ഏതെല്ലാം വസ്തുക്കൾ പരസ്പരം ചേരുന്നോ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനത്തെക്കാൾ ഇരട്ടി പ്രയോജനമാണ് ഹൃദയങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അതിനുള്ള മാർഗം എന്താണ്? അതിന് പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിച്ച ഏറ്റവും ശക്തമായ ഒന്നാണ് ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം ഇണക്കവും യോജിപ്പും ഉണ്ടാക്കാൻ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഏറ്റവും ഒരു നന്മയാണ് തീബുൽ കലാം, മീഠി ബോൾ, നല്ല മധുരമുള്ള സംസാരം, മാധുര്യമുള്ള സംസാരം, ഹസ്നുൽ കലാം. പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും അതിനെ പ്രേരിപ്പിക്കുന്നത് കാണാം. മഹാന്മാർ പറയാറുണ്ട്, ഒരാളുടെ സംസാരം നന്നായി കഴിഞ്ഞാൽ അവനെ എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ യോജിപ്പും ഇണക്കവും സ്നേഹവും ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച നന്മയാണ് നല്ല വാക്കുകൾ സംസാരിക്കുക. വഖൂലു ലിന്നാസി ഹുസ്ന വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പരസ്പരം നിങ്ങൾ നല്ലത് മാത്രം പറയുക. യഖൂലു അല്ലതി അഹ്സൻ, ഏറ്റവും നല്ല സംസാരങ്ങൾ മാത്രം, പരസ്പരം സ്നേഹവും ഇണക്കവും ഉണ്ടാകാൻ കാരണമാകുന്ന വാക്കുകൾ മാത്രങ്ങൾ പറയുക. വഹുദു മിനത് ത്വയ്യിബിൽ ഖൗൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അതിന്റെ എത്രയോ സ്ഥലത്ത് അല്ലാഹ് പ്രേരിപ്പിക്കാൻ നല്ല വർത്തമാനം പറയണം, നേരായ വർത്തമാനം പറയണം, മാധുര്യമുള്ള വർത്തമാനം പറയണം. നാവ് അതെത്ര ഉപയോഗിച്ചാലും ക്ഷീണിക്കാത്തൊരു അവയവമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയരുത്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാകാൻ, ഇണക്കമുണ്ടാകാൻ, ബഹുമാനമുണ്ടാകാൻ കാരണമാകുന്ന വാക്കുകളെ നിന്റെ നാവ് കൊണ്ട് പറയാവൂ. ഖുർആന്റെ പ്രേരണയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ഹദീസുകളിലും തങ്ങൾ ധാരാളമായി പ്രേരിപ്പിച്ച കാര്യമാണ്. ഇന്ന ഫിൽ ജന്നതി ഗുറഫ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, മാളികയുണ്ട്. വളരെ ഉന്നതമായ മാളികയാണ്. അകത്ത് നോക്കിയാൽ അതിന്റെ പുറം കാണാൻ സാധിക്കും, പുറത്ത് നോക്കിയാൽ അകത്തുള്ള അനുഗ്രഹങ്ങളും കാണാൻ സാധിക്കും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അത് ആർക്കാണ്? ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ കൊട്ടാരം ആർക്കാണ് നബിയെ? തങ്ങൾ ആദ്യം പറഞ്ഞത്
ആ കൊട്ടാരം ലഭിക്കുന്നത്, സ്വർഗത്തിൽ ഉയർന്ന മാളിക ലഭിക്കുന്നത്. തങ്ങൾ അവിടെ സ്വതക്കയെ പറ്റി പറഞ്ഞില്ല, അവിടെ രാത്രിയിലെ തഹജ്ജുദിനെ പറ്റി പറഞ്ഞില്ല, അടിമയുടെ തിലാവത്തിന്റെ ദിക്റിനെ പറ്റി പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞത്, ആദ്യം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, ലിമൻ അലാനൽ കലാം, സംസാരം നന്നാക്കിയവർക്ക്, മയമായി സംസാരിക്കുന്നവർക്ക്, നല്ല മാധുര്യമുള്ള വർത്തമാനം പറയുന്നവർക്ക്. തങ്ങൾ ആദ്യം പറഞ്ഞത് ഹൃദയങ്ങൾ പരസ്പരം ഇണങ്ങാൻ നല്ല സംസാരം. മുഅ്മിന്റെ നാവിൽ നിന്ന് നല്ലതേ വരികയുള്ളൂ. ഉള്ള് അളക്കാനുള്ള ഒരു അളവുകോലാണ്. മസലുൽ മുഅ്മിനി മസലുൻ നഖ്ലതി, മുഅ്മിനിന്റെ ഉപമ തേനീച്ചയെ പോലെയാണ്. ലാ തഅകുലു ഇല്ലാ തയ്യിബ വലാ യദഉ ഇല്ലാ തയ്യിബ. മുഅ്മിനിന്റെ ഉപമ തേനീച്ചയെ പോലെയാണ്. തേനീച്ച എവിടെയെങ്കിലും പോയിരിക്കില്ല, അഴുക്കിൽ പോയിരിക്കില്ല, നല്ലതേ തേനീച്ച ഭക്ഷിക്കുകയുള്ളൂ. അതേപോലെ ആ തേനീച്ചയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും മനുഷ്യന്റെ രോഗങ്ങൾക്ക് ശിഫയാകുന്ന തേനാണ്. രുചിയുമുള്ള, രോഗങ്ങൾക്ക് ശമനമുള്ള ഏറ്റവും ഉയർന്ന ഭക്ഷണമാണ് അതിന് പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ മുഅ്മിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ, മുഅ്മിനിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, അതൊരു ഫാസിക്കിനെ പോലെ, ഒരു കാഫിറിനെ പോലെയല്ല, അവന്റെ വാക്കുകൾ പോലെയല്ല. മുഅ്മിനിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വളരെ നല്ല വാക്കുകളായിരിക്കും. ആരുടെ ഹൃദയത്തെ മുറിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാക്കും മുഅ്മിനിന്റെ നാവിൽ നിന്ന് വരികയില്ല. നല്ല നല്ല വാക്കുകൾ വരികയില്ല. നല്ല വാക്കുകളിലൂടെ എത്രയോ ശത്രുക്കൾ മിത്രമായി തീർന്നു, എത്രയോ പിണങ്ങിയവർ ഇണങ്ങിച്ചേർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കി, നബി തങ്ങളുടെ നല്ല നല്ല വാക്കുകൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ശത്രുതയും അകൽച്ചയും മാറ്റിക്കളഞ്ഞു. ഉത്ബത്ത് ബിൻ റബീഅ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് നബി തങ്ങളെ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ്, വളരെ കടുത്ത ഭാഷയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത ഖൈറുൻ അം അബ്ദുല്ലാഹ്, നിങ്ങളാണ് ശ്രേഷ്ഠമായത്, നിങ്ങളുടെ പിതാവ് അബ്ദുള്ളയാണ്. അൻത ഖൈറുൻ അബ്ദുൽ മുത്തലിബ്, നിങ്ങളാണ് ഖൈറായത്, നിങ്ങളുടെ അബ്ദുൽ മുത്തലിബാണ്. വളരെ മോശമായി നബി തങ്ങളുടെ പിതാവിനെ ചേർത്ത് ചോദിക്കുകയാണ്. അവരെല്ലാം എങ്ങനെയാണ് ജീവിച്ചത്? നിങ്ങളിപ്പോൾ എന്താണ് ഈ പറയുന്നത്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പല കാര്യങ്ങൾ മോശമായി സംസാരിച്ചു. തങ്ങൾ നിശബ്ദത പാലിച്ചു. അവസാനം ചോദിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവിടെയും തങ്ങൾ തിരിച്ച് നബിയെ വിളിച്ചത് യാ മുഹമ്മദ് എന്നാണ്. നബി തങ്ങൾ തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചത് അഫറത്ത യാ അബാ വലീദ്, വളരെ മാന്യമായി വിളിച്ചു. എന്നിട്ട് തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം, ഖുർആനിലെ ചില ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ അത് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മുഴുവൻ ശത്രുതയും ഇല്ലാതാക്കി. മുഅ്മിനിന്റെ നാവിൽ നല്ലതേ വരികയുള്ളൂ. ഇണക്കമുണ്ടാക്കുന്ന വാക്കേ മുഅ്മിന്റെ നാവിൽ വരികയുള്ളൂ. ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു യഹൂദി, ഹൃദയത്തിൽ അങ്ങേയറ്റം വൈരാഗ്യം വെറുപ്പുള്ള ഒരു യഹൂദി അദ്ദേഹത്തെ കണ്ടപ്പോൾ കളിയാക്കാൻ വേണ്ടി, നിന്ദിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിം, എൻ്റെ നായയുടെ ഈ വാലാണോ ശ്രേഷ്ഠമായത്, നിന്റെ താടിയാണോ? കളിയാക്കാൻ വേണ്ടി ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഈ താടി സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ നായയുടെ വാലിനേക്കാൾ ശ്രേഷ്ഠമാണ്. അഥവാ ഈ താടി നരകത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ നിന്റെ നായയുടെ വാല് എൻ്റെ താടിയേക്കാൾ ശ്രേഷ്ഠമാണ്. വളരെ ഇങ്ങോട്ട് മോശമായി പറഞ്ഞപ്പോൾ വളരെ മയമായ വാക്കുകൊണ്ട് പ്രതികരിച്ചു. ഉടൻ തന്നെ കെലിമറ്റില്ല മനുഷ്യൻ മുസ്ലിമായി തീർന്നു. മുഅ്മിൻ ഇങ്ങനെയാണ്. മുഅ്മിനോട് പറയുന്നത് മോശമാകട്ടെ, മുഅ്മിനിന്റെ മറുഭാഗത്ത് നിൽക്കുന്നവർ എത്ര മോശമായി സംസാരിക്കട്ടെ, അവന്റെ നാവിൽ നിന്ന് വരുന്ന നല്ല വാക്ക് വരിക. ഒരിക്കലും മോശമായ, വൃത്തികെട്ട, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ വാക്ക് മുഅ്മിന്റെ നാവിൽ നിന്ന് വരികയില്ല. അതുകൊണ്ട് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനിടയിൽ ഐക്യമുണ്ടാക്കാൻ പരിശീലിപ്പിച്ച ഒരു കാര്യമാണ് നാവിനെ ശരിയായി ഉപയോഗിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരു മാതൃകയാണ് ഈ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് പറയുക എന്നുള്ളത്. നഫ്സ് സമ്മതിക്കുകയില്ല നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ നന്മ പറയുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് നോക്കി, നബി തങ്ങൾ സ്വന്തം മഹത്വം പറഞ്ഞതിനേക്കാൾ കൂടുതൽ
തൻ്റെ കൂട്ടുകാരായ സഹാബാക്കളുടെ മഹത്വമാണ് പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി എത്രയോ മഹത്വം നബികൾ പറഞ്ഞത്. സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കുന്ന ഒരു മനുഷ്യൻ. ഉമർ റളിയല്ലാഹു തആല എത്ര മഹത്വമാണ് പറഞ്ഞത്. സ്വർഗത്തിൽ ഒരു മാളിക ഞാൻ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല പറ്റി എത്ര മഹത്വമാണ് പറഞ്ഞത്. മലക്കുകൾ ലജ്ജിക്കുന്ന വ്യക്തിയാണ്. അലി റളിയല്ലാഹു തആല പറ്റി എത്ര മഹത്വമാണ് പറഞ്ഞത്. സ്വർഗത്തിൽ എൻ്റെ മാളികയുടെ മുന്നിൽ അലിയുടെ മാളികയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടു. കുറേ സമയം കേട്ടു. പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടത്. പിറ്റേ ദിവസം പകൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, അബൂ മൂസ, നിന്റെ ശബ്ദം എത്ര ഭംഗിയാണ്, എത്ര ഭംഗിയുള്ള ശബ്ദമാണ്. നിനക്ക് അല്ലാഹു തആല ദാവൂദ് നബിയുടെ ശബ്ദത്തിന്റെ ഓഹരി നൽകിയിട്ടുണ്ടല്ലോ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല ഇരിക്കുന്ന സദസ്സിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ചില സഹാബാക്കളുണ്ട്, അവർ ഇത്രയും ഹിമ്മത്തുള്ളവരാണ്. സുറയ്യ നക്ഷത്രത്തിലാണ് ഈമാനെങ്കിലും അവർ അവിടെ പോയി അതിനെ കരസ്ഥമാക്കും. അതിൽപ്പെട്ടതാണ് സൽമാൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല നിങ്ങൾ പറഞ്ഞു, അഅലമു ബി ഉമ്മത്തി മുആദ് ബിൻ ജബൽ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ള വ്യക്തിയാണ് മുആദ്. സഹാബാക്കളുടെ മഹത്വം നബി തങ്ങൾ തന്റെ നാവ് കൊണ്ട് സ്വന്തം മഹത്വം പറയുന്നതിനേക്കാൾ കൂട്ടുകാരുടെ മഹത്വവും അവരുടെ നന്മയും പറയുകയാണ്. ഇതാണ് മനുഷ്യനെ പരസ്പരം ഇണക്കുന്ന കാര്യം. ഇന്ന് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിൽ കാണാം, തങ്ങൾ പറയാൻ നന്മകളില്ലാത്ത കുറവുകൾ നിറഞ്ഞ മനുഷ്യരുടെ ജീവിതത്തെ മുന്നിൽ വെച്ച് അവരുടെ ചില നന്മകൾ കണ്ടപ്പോൾ അതും എടുത്തു പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ, ഒരു അറാബി വന്ന് തങ്ങളുടെ മുന്നിൽ തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇത്തഖില്ല, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഭയപ്പെടണം. നിങ്ങൾ ഈ സമ്പത്തിനെ വീതം വെക്കുന്നതിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നബിയോട് പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. കടുത്ത വാക്ക്. ഖാലിദ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു അദ്ദേഹം വാളോരി, നബിയെ, മുനാഫിക്കിനെ ഞാൻ കൊന്നുകളയട്ടെ, നബിയോട് തഖ്വ ചെയ്യാൻ പറയാൻ നീ ആരാ? തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, വേണ്ട ഖാലിദ്, വിട്ടേക്ക്. ഇന്നഹു മുസ്ലിം, അദ്ദേഹം നമസ്കരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം നമസ്കരിക്കുന്ന വ്യക്തിയാണ്. തങ്ങൾ പഠിപ്പിക്കാൻ, നന്മയില്ലാത്ത മനുഷ്യന്റെ ഏതെങ്കിലും നന്മ കണ്ട് ആ നന്മ എടുത്ത് കാണിച്ച് സഹാബത്തിന്റെ ഹൃദയത്തിൽ പരസ്പരം ഇണക്കമുണ്ടാക്കുകയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബി, ഇദ്ദേഹത്തിന് മയ്യിത്താണ് നമസ്കരിക്കേണ്ട, ഇത് വളരെ മോശമായ മനുഷ്യനാണ്, ഒരു നന്മയും ഇദ്ദേഹം വളരെ മോശമായ മനുഷ്യൻ, താങ്കൾ ഇമാമത്ത് നിൽക്കാൻ മാത്രം യോഗ്യനല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇത് പറയുന്നത്. നബികൾ അത് കേട്ടപ്പോൾ മടങ്ങിപ്പോയില്ല. തങ്ങൾ ചോദിച്ചു ആ സദസ്സിനോട്, ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഏതെങ്കിലും ഒരു നന്മ? അത് കൂട്ടത്തിൽപ്പെട്ട വ്യക്തി പറഞ്ഞു, ഇദ്ദേഹം ഒരു പ്രാവശ്യം രാത്രി ദീനിന്റെ വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രി ഇദ്ദേഹം ഞങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തിന് ജനാസ നമസ്കരിച്ചു. തങ്ങൾ പറഞ്ഞു, നിന്നെപ്പറ്റി നിന്റെ കൂട്ടുകാർ പറയുന്നു നീ മോശക്കാരനാണ്, എന്നാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് നീ സ്വർഗവാസിയാണ്. സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് നല്ലത് പറയുന്ന ശീലം, മറ്റുള്ളവരുടെ നന്മകൾ പറയുന്ന ശീലം. സഹോദരന്മാരെ, ഉമ്മത്തിനിടയിൽ പരസ്പരം യോജിപ്പുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് മറ്റുള്ളവരെ നന്മ പറയുക. പിണങ്ങവരെ അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയം മദീനക്കാരായ സഹാബാക്കൾ, ഔസ് മസറജിന്റെ ഉൾപ്പെട്ട സഹാബാക്കൾ, അവർ പറഞ്ഞു, അമീർ ഒരാള് അൻസാരിൽ നിന്നും ഒരു അമീർ മുഹാജിറിൽ നിന്നും, ഇങ്ങനെ സഹാബാക്കൾ രണ്ടായി ഭിന്നിച്ചു നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അൻസാരികളെ സഹാബാക്കളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അവരെ കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ അൻസാരികളെ പറ്റി എന്തെല്ലാം മഹത്വങ്ങൾ വന്നിട്ടുണ്ടോ അത് മുഴുവൻ അൻസാരികളെ പറഞ്ഞു കേൾപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം മഹത്വം അൻസാരികളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിലാഫത്ത് അത് ഖുറൈശിൽ നിന്നാണ് വേണ്ടത്. സഹാബാക്കൾ ഇത് കേട്ടപ്പോൾ അനുസരിച്ചു. കാരണം എന്താണ്? അദ്ദേഹം അവിടെ പോയി അവരുടെ മഹത്വമാണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇന്ന ത്യാഗം ചെയ്തവരാണ്, നിങ്ങൾ നബിക്ക് വേണ്ടി ഇന്ന ത്യാഗം ചെയ്തവരാണ്. അവരുടെ മഹത്വം പറഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ തണുത്തു, അവരുടെ ഹൃദയങ്ങൾ മയമായി. അവരുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കാനുള്ള വഴി മനുഷ്യരുടെ കുറ്റങ്ങൾ പറയില്ല, നന്മകൾ പറയില്ല. നന്മയില്ലാത്ത മനുഷ്യന്റെ ഏതെങ്കിലും നന്മ കണ്ടെത്തി ആ നന്മയെ പറ്റി പറയുന്ന ശീലം ഉമ്മത്തിൽ വന്നാൽ പരസ്പരം യോജിപ്പിന് കാരണമായി തീരും, പരസ്പരം ഇണങ്ങാൻ കാരണമായി തീരും. സഹോദരന്മാരെ, ഉമ്മത്തിലെ ഐക്യം ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ്. അതുണ്ടാകണമെങ്കിൽ
ഈ നാവിനെ സൂക്ഷിക്കൽ ഏറ്റവും വലിയ ആവശ്യമാണ്. അഥവാ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് സാധിക്കുന്നില്ല, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ യസ്മുത്. നന്മ പറയും, നിങ്ങൾക്ക് നന്മയെ പറയാവുന്ന ആളുകൊണ്ട് നന്മ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, അതിനുള്ള പരിഹാരം നിശബ്ദത പാലിക്കും. ജീവിതത്തിൽ ശീലിക്കും നിശബ്ദതയെ. നാം അല്ലാഹു നൽകിയത് വായിത്തൊന്നെല്ലാം പറയാനില്ല. തൻ്റെ പാർട്ടിക്ക് വേണ്ടി മറുപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയോടുള്ള വിരോധത്തിന്റെ പേരിൽ ഭ്രാന്തന്മാരെ പോലെ രാഷ്ട്രീയവും സംഘടനാ ചിന്തയും തലക്ക് ഭ്രാന്തി പിടിച്ച് വായിൽ തോന്നുന്നെല്ലാം പറഞ്ഞ് ഹൃദയങ്ങൾ പൊളിക്കാനുള്ളതല്ലേ ഈ നാവ്. ചിന്തിച്ചു നോക്കി, നാം എത്രയെത്ര പിണങ്ങിയവർ, ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബത്തിൽ എത്രയെത്ര പിണങ്ങിയവർ, അവരെങ്ങനെ ആ സമയത്ത് നിശബ്ദത പാലിച്ചിരുന്നുവെങ്കിൽ എത്ര പിണക്കങ്ങൾ ഉണ്ടാകാതെ അവർക്ക് ജീവിക്കാമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കുന്ന സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിച്ചിരുന്നുവെങ്കിൽ. അതുകൊണ്ട് സഹാബാക്കൾ പറയുമായിരുന്നു, അബൂ ദർദാ റളിയല്ലാഹു പറയുന്നു, കുന്നാ നതഅല്ലമു സും, ഞങ്ങൾ നിശബ്ദത പഠിക്കുമായിരുന്നു, കമാ തഅല്ലമുൽ കലാം, നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദതയെ പഠിക്കുമായിരുന്നു. അത് പഠിക്കേണ്ടതാണ്. സംസാരിക്കാൻ എല്ലാവർക്കും സാധിക്കും. നിശബ്ദത ആവശ്യമില്ലാത്ത സ്ഥലത്ത് മിണ്ടാതിരിക്കുക വലിയൊരു അമലാണ്, വലിയൊരു അമലാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കും, മുഅ്മിന്റെ ഓരോ വാക്കും ചിന്തയോടുകൂടിയായിരിക്കണം, ആലോചിച്ചുകൊണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയലില്ല. ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ വിട്ട് മാത്രം പറയുന്നവനാണ് ബുദ്ധിമാൻ. വായിൽ വരുന്നതല്ല, സംസാരിക്കുന്നവനല്ല. ചിന്തയോടുകൂടി, ആലോചനയോടുകൂടി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കുറിച്ച് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ പറയുകയില്ലേ, അദ്ദേഹം ആലോചിച്ച് വളരെ സമയമെടുത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം മറുപടി പറയുകയുള്ളൂ. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ മുന്നിൽ കൂടി മനുഷ്യൻ ഇങ്ങനെ ചില എനിക്ക് ദേഷ്യമുണ്ടാകുന്ന ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടുപോയി. അതിന് മറുപടി പറയാൻ ഞാൻ ഇങ്ങനെ തുനിഞ്ഞപ്പോൾ ഞാൻ മറുപടി പറയാൻ ഓർത്തതാണ്. പിന്നെ എനിക്ക് ഓർമ്മ വന്നു സ്വർഗവും അതിന് അനുഗ്രഹവും. ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുന്നത്, ഞാൻ അതിന് വിട്ടുകളയുകയാണ്. ഇങ്ങനെയാണ് മുഅ്മിൻ. എന്തെങ്കിലും കേട്ടപ്പോൾ ഇങ്ങനെ വാത്തോരാതെ സംസാരിക്കുന്നവനല്ല. മുഅ്മിന്റെ ഓരോ വാക്കും ചിന്തയോടെ, ആലോചനയോടെ തൻ്റെ സഹോദരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ ആലോചിച്ച് മുഅ്മിൻ പറയുക. അതുകൊണ്ട് ഏത് സമയത്തും, പ്രത്യേകിച്ച് നാടുകളിൽ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് മുസ്ലിമീങ്ങൾ പരസ്പരം നാവുകളെ സൂക്ഷിച്ചില്ല എങ്കിൽ ഹൃദയങ്ങൾ പിണങ്ങാനും ഭിന്നിക്കാനും അകൽച്ച ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ ഐക്യം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഉമ്മത്തിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലുത് നമ്മുടെ രാഷ്ട്രീയമാകട്ടെ, നമ്മുടെ സംഘടനയാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ മുന്നിൽ ഏറ്റവും വലുത് നമുക്ക് ഉമ്മത്തിന്റെ ഐക്യമാണ്. അതൊരിക്കലും തകരാൻ പാടില്ല, അതൊരിക്കലും തകരാൻ പാടില്ല. അതങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ മുഴുവൻ ശക്തി നശിച്ചു പോയി. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ നാവിന്റെ ദുരുപയോഗമാണ്. നാവിനെ നിയന്ത്രിച്ച് ആവശ്യങ്ങൾക്ക് മാത്രം നാം പറയുന്നൊരു വാക്ക് ഒരു മുസ്ലിമിന്റെ ഹൃദയം വേദനിക്കാൻ കാരണമാകരുത്. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തിന്, എൻ്റെ സംഘടനയ്ക്ക് നേട്ടമുണ്ടാകാം, പക്ഷെ എൻ്റെ ഒരു മുസ്ലിമായ സഹോദരന്റെ ഹൃദയം വേദനിക്കുന്ന വാക്കാണെങ്കിൽ നാം പറഞ്ഞ വാക്കുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടത്തിന് കാരണമായി തീരും. അതുകൊണ്ട് വളരെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വാക്കുകൾ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.